എളുപ്പമാവില്ല. കാരണം നിങ്ങളുടെ ലൈഫ് വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായിരിക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ഇതിന്റെ ആ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കുക. ഇതിനുശേഷം ഒരു ക്ലോസിംഗ് സെഷൻ ഉണ്ടായിരിക്കും. ആ ഒരു ക്ലോസിംഗ് സെഷൻ കൂടി അറ്റൻഡ് ചെയ്തതിനു ശേഷം മാത്രം ലീവ് ആവുക എന്നൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. നിങ്ങളുടെ സ്ക്രീനിൽ കാണാം വിന്നിംഗ് ടീം, ദ ടീം ഓഫ് ചാമ്പ്യൻ. ഒരു കൂട്ടം ജേതാക്കളുടെ ഒരു കൂട്ടായ്മയാണ് വിന്നിംഗ് ടീം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ. നമ്മളെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എല്ലാവിധ സപ്പോർട്ടിങ്ങും ഫ്രീ ട്രെയിനിങ്ങും ഒക്കെ തന്ന് നമ്മളൊരു സക്സസിലോട്ട് എത്തിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇന്ത്യയിലെ നമ്പർ 1 എഡ്യൂക്കേഷൻ സിസ്റ്റമാണ് വിന്നിംഗ് ടീം. ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം എത്തിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരു ഓർഗനൈസേഷൻ കൂടിയാണ് വിന്നിംഗ് ടീം. വിന്നിംഗ് ടീമിന്റെ ഡ്രീം പ്രൊജക്ട് ആണ് കൺസ്യൂമർ എംപവർമെന്റ് ഓപ്പർച്യൂണിറ്റി. നമ്മൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നങ്ങൾ ഉണ്ടാവൂലേ? വാട്ട് ഈസ് യുവർ ഡ്രീം? നിങ്ങളുടെ സ്വപ്നം എന്താണ്? ഇവിടെ കുറച്ച് സ്വപ്നങ്ങളാണ് പിക്ചറൈസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ജീവിക്കണമെങ്കിൽ പൈസ വേണം. ഇന്നത്തെ കാലത്ത് പൈസ ഒരു വലിയൊരു ഘടകം തന്നെയാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരുപാട് പൈസ ഉണ്ടാവുക എന്നുള്ളത് ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ടൊരു വാഹനം വാങ്ങുക, അതും എല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്നാണ്, സ്വപ്നം കാണുന്ന ഒന്നാണ്. വിനോദയാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. കാരണം നമ്മളെല്ലാം ലൈഫ് എൻജോയ് ചെയ്ത് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോ ലൈഫ് എൻജോയ് ചെയ്യുക, അതെല്ലാവരും സ്വപ്നം കാണുന്ന ഒന്ന് തന്നെയാണ്. അതുപോലെ നമ്മുടെ ജീവിത അഭിലാഷമാണ് സ്വന്തമായിട്ടൊരു വീട് നിർമ്മിക്കുക എന്നുള്ളത്. അത് നമ്മൾ ലോൺ എടുത്തിട്ടൊക്കെ നമ്മൾ ആ ഒരു സ്വപ്നം നിറവേറുന്നതിന് വേണ്ടിയിട്ട്, സ്വപ്നം സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രീം ഹൗസ് അല്ല എങ്കിൽ കൂടി നമ്മളൊരു ഭവനം നിർമ്മിക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ വാങ്ങുന്ന, അതായത് നമ്മള് നമ്മള് ഉണ്ടാക്കുന്ന പൈസ മൊത്തം ആ ഒരു EMIക്ക് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ചിലവഴിക്കുന്നുണ്ടാവുക. കാരണം പിന്നീട് സേവിങ്സ് ഒന്നും അവിടെ ഉണ്ടാവില്ല. നമ്മളെ ലോൺ എടുത്ത് വീട് വെക്കുന്നു, അത് നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ഈ ലോൺ അടയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും തികയുന്നുണ്ടായിരിക്കും. പിന്നീട് നമ്മുടെ ഒരു ഡ്രീമാണ് നമ്മുടെ ഫാമിലിയും മൊത്തം എൻജോയ് ചെയ്ത് ആരോഗ്യത്തോടെ ആയുസോടെ ജീവിക്കുക എന്നുള്ളത്. ഈ 5 ഘടകങ്ങൾ ഏതൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നങ്ങൾ തന്നെയാണ്. ഈ 5 സ്വപ്നങ്ങളും നമുക്ക് നിറവേറാൻ പറ്റുന്ന ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയാണിത്. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം നമുക്ക് നിറവേറാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് സാധ്യമാകുമെന്ന് പറഞ്ഞു. ആ സ്വപ്നങ്ങളോടൊപ്പം പിന്നെ എന്തെല്ലാമാണ് നമുക്ക് നേടിയെടുക്കുന്നുണ്ടാവുക, നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ടാവുക. നമ്മളെല്ലാവരും നമുക്ക് എല്ലാവർക്കും വീട്ടിലത്തേക്ക് ഓൾറെഡി ഒരു വരുമാനം ഉണ്ടാവും. ആ ഒരു വരുമാനം വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഇപ്പം മുന്നോട്ട് പോകുന്നുണ്ടാവുക. നമ്മൾ ജോലി ചെയ്യുന്നു, അതിന്റെ വരുമാനം വാങ്ങുന്നു, അത് ഡെയിലി വേജസ് ആവും, മന്ത്ലി വേജസ് ആവും. എങ്ങനെ നമ്മൾ വരുമാനം വാങ്ങിയിരുന്നാലും നമ്മൾ ആ ഒരു വരുമാനം മുന്നിൽ കണ്ടിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണക്ക് കൂട്ടുന്നുണ്ടാവും നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ ഒരു എക്സ്പെൻസ് വെച്ചിട്ട് നമുക്ക് ഒന്നിനും നമുക്ക് ആ ഒരു വരുമാനം തികയുന്നുണ്ടാവില്ല. പിന്നീട് നമുക്ക് കടവും കൂടി വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, നിങ്ങളൊരു എക്സ്ട്രാ ഇൻകം നോക്കിയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ആയിരിക്കുന്നത്. ആ ഒരു എക്സ്ട്രാ ഇൻകം ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് കഴിവുള്ളവരാണെങ്കിൽ, നിങ്ങളെ കൊണ്ടുവന്നവരെക്കാൾ നിങ്ങൾക്ക് കഴിവുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് പൈസ വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി കൂടിയാണ്. കാരണം ഇവിടെ നമുക്ക് അൺലിമിറ്റഡ് ആണ് നമ്മുടെ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്കവിടെ ലിമിറ്റഡ് സാലറി ആയിരിക്കും. നമുക്കൊരു ഇൻക്രിമെന്റ് വേണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ നമ്മുടെ കഴിവിനനുസരിച്ച് ഈ മാസം നമുക്കൊരു തുകയാണെങ്കിൽ അതിന്റെ ഇരട്ടി നമുക്ക് അടുത്ത മാസം വാങ്ങാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അൺലിമിറ്റഡ് ഇൻകം ഇതിലൂടെ നേടിയെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞത്. ആ അൺലിമിറ്റഡ് ഇൻകം വഴി നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് നേടിത്തരാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധ്യമാകുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും കടയിൽ എന്തെങ്കിലും സാധനം വാങ്ങാൻ ഒരു കടയിൽ പോകുന്നുണ്ട് എങ്കിൽ നമ്മൾ ആദ്യം നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടാൽ പോലെ, അത് മൊബൈൽ ഫോൺ ആവാം, ഓർണമെന്റ്സ് ആവാം, ഡ്രസ്സ് ആവാം, മറ്റെന്ത് സാധനങ്ങളായാലും നമ്മൾ വാങ്ങാൻ പോകുമ്പോൾ ആദ്യം അതിന്റെ വിലയാണ് നോക്കുന്നത്. കാരണം നമ്മളുടെ കയ്യിലുള്ള പൈസയ്ക്ക് നമുക്കത് വാങ്ങാൻ പറ്റുമോ എന്നായിരിക്കും നമ്മൾ നോക്കുന്നുണ്ടാവുക. നമുക്ക് ആ ഒരു തുക, ആ ഒരു പ്രൈസ് ടാഗ് നോക്കിയിട്ട് നമുക്ക് അത്രയും തുക നമ്മുടെ കയ്യിൽ ഇല്ല എങ്കിൽ, നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ കൂടി നമ്മൾ അത് അവിടെ വെച്ചിട്ട് നമ്മുടെ പൈസയ്ക്കുള്ള സാധനം വാങ്ങിയിട്ടായിരിക്കും നമ്മൾ തിരികെ വരുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം ഉണ്ടെങ്കിലോ നമുക്ക് ഇഷ്ടമുള്ള സാധനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് നമുക്ക് കഴിയും. ഈ ടൈം ഫ്രീഡം, ഞാനൊരു വീട്ടമ്മയാണ്. എന്റെ വീട്ടിലെ ജോലി എല്ലാം കഴിഞ്ഞ് ബാക്കി വരുന്ന ഫ്രീ ടൈം മാത്രമാണ് ഞാൻ ഇതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നുണ്ടാകുക. അപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കളയുന്ന ഒരു ടൈം ഡെയിലി നമുക്കൊരു 2 മണിക്കൂർ നിങ്ങൾ മാറ്റിവെച്ചാൽ മതിയാകും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കാരണം നമുക്ക് ഒരു ദിവസം 24 മണിക്കൂറാണ്. 24 മണിക്കൂർ നിങ്ങൾ 2 മണിക്കൂർ മാറ്റി വെക്കാം, ബാക്കി 22 മണിക്കൂർ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസ് ആയാലും ഹൗസ് വൈഫ് ആയാലും മറ്റേതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യുന്നവരായാലും അവർക്ക് എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഈസി ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. ടൈം ഫ്രീഡവും അതുകൊണ്ട് ഇതിൽ പോസിബിൾ ആണ്. ഗുഡ് ഹെൽത്ത്, നല്ലൊരു ആരോഗ്യം നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു ചുറ്റുപാടും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും ഒന്നിൽ കൂടി നമുക്ക് നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന പ്രോട്ടീൻസോ വൈറ്റമിൻസോ മിനറൽസോ ഒന്നും ലഭിക്കുന്നില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് ചെറുപ്രായം തൊട്ട് തന്നെ നമ്മൾ ശൈലി രോഗങ്ങൾക്കും അതുപോലെ തന്നെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ മാരക രോഗങ്ങൾക്കും എല്ലാം അഡിക്റ്റ് ആകുന്നത് അതുകൊണ്ടാണ്. പിന്നെ കൊറോണയ്ക്ക് ശേഷം നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ തന്നെ വലിയ തോതിൽ ചലഞ്ചസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കും. ലീവ് എ ലെഗസി, തലമുറകളോളം നമ്മളെ ഓർത്തിരിക്കാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധ്യമാകുന്നുണ്ട്. നമ്മളിപ്പോ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ അത് നമ്മളിൽ മാത്രമാണ് ഒതുങ്ങി നിൽക്കുന്നുണ്ടാവുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു ജോലി വേണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക് ഒരു ജോലി വേണമെങ്കിൽ അവരെ നമ്മൾ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പഠിപ്പിച്ച് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കഴിഞ്ഞ് അവർ നല്ലൊരു ജോലിക്ക് ഏബിൾ ആയാൽ പോലും നമ്മുടെ നാട്ടിൽ അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കണമെന്നില്ല. അതിനുശേഷം അവർ അന്യനാട്ടിൽ പോവുകയാണ് ചെയ്യുന്നത് ഒരു ജോലിക്ക് വേണ്ടി. എന്നിരുന്നാലും അവിടെയും അവർക്ക് അവർ ആഗ്രഹിക്കുന്ന ജോലി ലഭിക്കണമെന്നില്ല. പിന്നെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടായിരിക്കും അവർ മുന്നോട്ട് പോകുന്നുണ്ടാവുക. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ലൈഫായിട്ട് എടുത്ത് ചെയ്യാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് 18 വയസ്സാകുമ്പോൾ കൈമാറാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ജനറേഷൻ ടു ജനറേഷൻ പാസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തലമുറകളോളം നമ്മൾ ഓർത്തിരിക്കാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധ്യമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ലീവ് എ ലെഗസി എന്നുള്ള കാര്യം ഇതിൽ പോസിബിൾ ആണ്. ഏർലി റിട്ടയർമെന്റ്, ഇപ്പോ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിൽ, ഏതെങ്കിലും സ്ഥാപനത്തിൽ നമ്മൾ വർക്ക് ചെയ്യുന്നവരാണ് എങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഒരു റിട്ടയർഡ് ആകണമെങ്കിൽ ഇവൻ 60 വയസ്സെങ്കിലും കഴിയണം. 60 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ലൊരു ഭാഗവും നമ്മൾ ആ ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെലവഴിക്കുന്നുണ്ടാവുക. പിന്നീട് നമ്മൾ റിട്ടയർഡ് ആകുന്ന സമയത്ത് നമ്മൾ കുറച്ച് രോഗങ്ങൾക്ക് അഡിക്റ്റ് ആയിട്ടുണ്ടായിരിക്കും. പിന്നീട് റിട്ടയർമെന്റ് ലൈഫ് നമ്മൾ ആസ്വദിക്കാൻ എങ്ങനെയാണ് നമുക്ക് സാധ്യമാകുന്നത് അല്ലെ? പിന്നീട് നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റലും മെഡിസിനും ഒക്കെ ആയിട്ട് കഴിയേണ്ട ഒരു അവസ്ഥയാണ്. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നേരത്തെ പറഞ്ഞ വിന്നിംഗ് ടീം പറയുന്ന സിസ്റ്റം അനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ ഇവിടെ ഒരു 3 മുതൽ 5 വർഷം കൊണ്ട് ഇവിടെ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നുണ്ടാവും. അതിനുശേഷം നമ്മൾ മാറി നിന്നാൽ പോലും, നമ്മൾ ഈ ഭൂമുഖത്ത് ഇല്ല എങ്കിൽ പോലും എല്ലാ മാസവും 10-ാം തീയതി നമുക്ക് ഇൻകം ലഭിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഏർലി റിട്ടയർമെന്റും ഇതിൽ പോസിബിൾ ആണ്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, ഞാനൊരു സാധാരണ വീട്ടമ്മയാണ്. എനിക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഇതുപോലെ സംസാരിക്കാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് ഇതുപോലുള്ള സംസാരിക്കാനൊക്കെ ഒരു കഴിവ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്കറിയാം ഒരുപാട് സ്റ്റുഡൻസ് ഒക്കെ ഒരു വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് അവർ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനൊക്കെ അവർ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെ പേഴ്സണാലിറ്റി ഇംപ്രൂവ് ആക്കാനുള്ള കോഴ്സുകൾക്ക് ചേരുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ഈ ഒരു ഡെവലപ്മെന്റ്, നമ്മുടെ വ്യക്തിത്വ വികാസം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി നമുക്ക് സാധ്യമാകുന്നുണ്ട്. ഏതൊരു സാധാരണ വ്യക്തി അസാധാരണ വ്യക്തിത്വത്തിന് ഉടമകളാക്കി മാറ്റാനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി സാധ്യമാകുന്നു. ട്രാവൽ എറൗണ്ട് ദ വേൾഡ്, ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാനുള്ള അവസരം ഈ ഒരു ഓപ്പർച്യൂണിറ്റി വഴി ലഭിക്കുന്നു. ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പിന് പോകണമെങ്കിൽ, നമ്മൾ വിനോദയാത്രകൾ ഇഷ്ടപ്പെടുന്നവരാണ് അല്ലെ, നമ്മുടെ ലൈഫ് എൻജോയ് ചെയ്യുന്നവരാണ്, ആഗ്രഹിക്കുന്നവരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും വിനോദയാത്രകളൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ നമ്മളൊരു സ്ഥലം സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്ഥലം നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ബഡ്ജറ്റിനുള്ള സ്ഥലങ്ങളായിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടാവുക. അത് കേരളത്തിനകത്താവാം അല്ലെങ്കിൽ പുറത്താവാം. അതിനപ്പുറത്തോട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലെ, സ്വപ്നം കാണാൻ പോലും കഴിയില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കടന്നു വരുന്നതോടെ കമ്പനി വർഷത്തിൽ 3 ഫോറിൻ ട്രിപ്പുകളാണ് നടത്തി വരുന്നത്. ഏതൊരു സാധാരണക്കാരനും ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങുക എന്നുള്ള നമ്മുടെ സ്വപ്നവും ഇതിലൂടെ നമുക്ക് സാക്ഷാത്കരിക്കാനായിട്ട് സാധിക്കും. ഹെൽപ്പിംഗ് അതേഴ്സ്, ഇന്നത്തെ കാലത്ത് മറ്റുള്ളവരെ സഹായിക്കുക എളുപ്പമല്ല അല്ലെ? കാരണം നമ്മുടെ എക്സ്പെൻസ് അത്രയ്ക്കും വലുതായതുകൊണ്ട് സാമ്പത്തികപരമായിട്ട് മറ്റുള്ളവരെ സഹായിക്കാൻ ഈസി അല്ല. കാരണം ഒരു കുടുംബം വളരെ പാടുപെട്ടിട്ടാണ് ഓരോ മാസവും തള്ളി നീക്കുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് മറ്റുള്ളവരെ സഹായിക്കുക പോസിബിൾ അല്ല. പക്ഷെ ഈ ഒരു 1-2 പ്രാവശ്യം ചിലപ്പോൾ സഹായിച്ചു എന്ന് വരും. പക്ഷെ ലൈഫ് ലോങ് നമുക്ക് ആരെയും സഹായിക്കാനായിട്ട് കഴിയില്ല. പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ മറ്റുള്ള ഫാമിലിയിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് വഴി മറ്റുള്ള ഫാമിലിയിലേക്ക് നല്ലൊരു ആരോഗ്യം, അതിലൂടെ നല്ലൊരു സമ്പത്തും നമുക്ക് നേടിക്കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ള കാര്യം ഇതിൽ പോസിബിൾ ആണ്. ഇതെല്ലാം നമുക്ക് നേടിത്തരുന്ന കമ്പനിയാണ് വെസ്റ്റീജ് മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി. 2004 ഡൽഹിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. 10 പ്രോഡക്ട്സും 2 ഓഫീസും 6 ഡിസ്ട്രിബ്യൂട്ടറുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച ഒരു കമ്പനിയാണ്. പ്രൊഡക്റ്റ് നിൽക്കുമ്പോൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇത് പ്രൊഡക്റ്റ് സെല്ലിംഗ് ബിസിനസ്സോ സ്റ്റാറ്റസ് ഇടുന്ന ഒന്നും തന്നെയല്ല. ഇതിന്റെ ഫൗണ്ടർ മിസ്റ്റർ ഗൗതം ബാലി സാർ, അതുപോലെ 2 കോ ഫൗണ്ടേഴ്സ് കൂടിയാണ്, മിസ്റ്റർ കൻവർ ബിങ്സിൻ സാർ ആൻഡ് മിസ്റ്റർ ദീപക് സു സാർ. ഇപ്പൊ 20 വർഷം വളരെ സക്സസോടെ പൂർത്തീകരിക്കാനായിട്ട് വെസ്റ്റീജ് കമ്പനിക്ക് സാധിച്ചു. അപ്പൊ 10 പ്രോഡക്ട്സ് എന്നുള്ളിടത്ത് 480-ലധികം ഓൺ പ്രൊഡക്റ്റും, അതുപോലെ 2 ഓഫീസ് എന്നുള്ളിടത്ത് 5000-ലധികം ഓഫീസും, 6 ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ളിടത്ത് 4.5 കോടിയിലധികം ഡിസ്ട്രിബ്യൂട്ടറിനെ സൃഷ്ടിക്കാനായിട്ട് വെസ്റ്റീജ് കമ്പനിക്ക് സാധിച്ചു. ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് വെസ്റ്റീജ്. വേൾഡിൽ നോക്കുകയാണെങ്കിൽ 38ാമത് പൊസിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനി. ഇന്റർനാഷണൽ പ്രസൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കൂടാതെ UAE, സൗദി, ബഹ്റൈൻ, നേപ്പാൾ, ബംഗ്ലാദേശ്, തായ്ലൻഡ്, കാന, ഫിലിപ്പീൻസ് ആൻഡ് ഐവറി കോസ്റ്റ്, ഇത്രയും രാജ്യങ്ങൾ കമ്പനി റണ്ണിംഗ് ആണ്. മറ്റ് അതർ കൺട്രിയിലോട്ട് മൂവ് ചെയ്യുന്ന ഒരു കമ്പനി കൂടിയാണ് വെസ്റ്റീജ്. ഇവിടെ ഒരു മാർക്കറ്റിംഗ് രീതിയാണ് കാണിച്ചിരിക്കുന്നത്, ട്രഡീഷണൽ മാർക്കറ്റിംഗ് രീതി.
നമ്മൾ നമ്മളുടെ വീട്ടിലധികം പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ഈ ഒരു മാർക്കറ്റിംഗ് രീതിയിലൂടെയാണ്. അതായത് ഒരു കമ്പനി ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് പല കൈകൾ മറിഞ്ഞിട്ടാണ് കൺസ്യൂമർ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത്. നമ്മൾ ഒരു കമ്പനിയിൽ നിന്നും ഒരു പ്രൊഡക്റ്റും നേരിട്ട് വാങ്ങുന്നില്ല അല്ലെ. ഒരു പ്രൊഡക്റ്റ് നമ്മൾ അടുത്ത ഷോപ്പിൽ എത്തിയിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ടി.വിയിൽ പരസ്യം കണ്ടിട്ടാണ്. അപ്പോൾ ടി.വിയിൽ പരസ്യം, ഒരു പ്രൊഡക്റ്റിന്റെ പരസ്യം നമ്മൾ കാണും, അതിന്റെ പേര് മനസ്സിലാക്കും, അതിന്റെ ഉപയോഗം മനസ്സിലാക്കും, കമ്പനി എന്ന് പോലും നമുക്കറിയില്ല. നമ്മൾ അടുത്ത ഷോപ്പിൽ പോയി നമ്മൾ ചോദിച്ചു വാങ്ങും. അങ്ങനെയാണ് നമ്മൾ ഓരോ പ്രോഡക്റ്റ് നമ്മളെ വീട്ടിലെത്തേക്ക് നമ്മൾ വാങ്ങുന്നുണ്ടാവുക. അപ്പൊ ഒരു കമ്പനി ഉത്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റ് C&F, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, സ്റ്റോക്കിസ്റ്റ്, ഹോൾസെയിലർ, റീറ്റെയിലർ എന്നിങ്ങനെ പല കൈകൾ മറിഞ്ഞ് കൺസ്യൂമറായ നമ്മുടെ കൈകളിലേക്ക് എത്തുന്നു. നമ്മൾ അടുത്ത ഷോപ്പിൽ നിന്ന് 100 രൂപ കൊടുത്ത് MRP റേറ്റിൽ ആ ഒരു റേറ്റ് 100 രൂപ കൊടുത്ത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുകയാണെങ്കിൽ അതിന്റെ മേക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 40 രൂപ മാത്രമായിരിക്കും. ബാക്കി 60 രൂപയോളം വരുന്ന ആ വലിയൊരു തുക കമ്പനി നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടാണ് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും അല്ലെ വീതിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് പ്രൊഡക്റ്റ് ലഭിക്കുന്നു എന്നതിലുപരി നമുക്കിവിടെ യാതൊരുവിധ ലാഭവും ഇല്ല. മറിച്ച് നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് ലാഭം ഉണ്ടാക്കുന്ന ഇടനിലക്കാരും പരസ്യക്കാരും കമ്പനിയും ഒക്കെയാണ്. നമുക്കറിയാം, ഒരു പ്രൊഡക്റ്റും നാച്ചുറൽ പ്രൊഡക്റ്റ് അല്ല, എല്ലാം കെമിക്കൽ കണ്ടന്റ് അടങ്ങിയ പ്രൊഡക്റ്റുകളാണ് ഇന്ന് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിന്ന് ഒരുപാട് രോഗങ്ങൾക്ക് നമ്മൾ അഡിക്റ്റ് ആവുന്നുണ്ടാവുക. അപ്പോൾ നമ്മളുടെ വരുമാനത്തിലെ 75% നമ്മൾ ഹോസ്പിറ്റലാണ് വിനിയോഗിക്കുന്നത് ഈ ഒരു പ്രൊഡക്റ്റുകൾ വാങ്ങുന്നതിന്റെ ഫലമായിട്ട്. വെസ്റ്റീജ് കമ്പനി 450-ലധികം പ്രൊഡക്റ്റ് ഉത്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണെന്ന് പറഞ്ഞ് തീർത്തും നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഒരു സൈഡ് എഫക്റ്റോ കെമിക്കലോ ഒന്നും തന്നെ ഇല്ലാത്ത നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. അത് ഈ ഇടനിലക്കാരെയും പരസ്യക്കാരെയും എല്ലാം തീർത്തും അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡയറക്ട് സെല്ലിംഗ് എന്ന മെത്തേഡിലൂടെയാണ് കൺസ്യൂമറായ നമ്മുടെ കൈകളിലേക്ക് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് നമ്മൾ നേരിട്ടാണ് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നത്. അപ്പോൾ നേരിട്ട് നമ്മൾ 100 രൂപ കൊടുത്ത് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ട് എങ്കിൽ അതിന്റെ മേക്കിംഗ് കോസ്റ്റ് 40 രൂപ കഴിഞ്ഞ് ബാക്കി 60 രൂപയോളം വരുന്ന വലിയൊരു തുക കമ്പനി നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ട് നമ്മൾക്ക് തന്നെയാണ് വീതിച്ച് നൽകുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരു ഐഡിയ എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ വീട്ടിലത്തേക്ക് വാങ്ങുന്ന നിങ്ങളുടെ വീട്ടിലത്തേക്ക് പ്രൊഡക്റ്റുകൾ വാങ്ങുന്ന ഷോപ്പിനെ ഒന്ന് ചേഞ്ച് ചെയ്യുക. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നതോടെ നിങ്ങളുടെ ലൈഫ് വലിയ തോതിൽ ചേഞ്ച് ചെയ്യുന്നതാണ്. ഒരു കൺസ്യൂമർ ആയി നിന്നാൽ പോലും നമുക്ക് 50% ബെനിഫിറ്റ് നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഫ്രീ ആയിട്ട് ഒരു ഐഡിയ എടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ ID നമ്പർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ MRP റേറ്റിൽ നിന്ന് നമുക്ക് 10 മുതൽ 20% വരെ ഓഫിലാണ് നമുക്ക് ഓരോ പ്രൊഡക്റ്റ് ലഭിക്കുന്നുണ്ടാവുക. അതുപോലെ ഓരോ പർച്ചേസിങ്ങിനും നമുക്ക് 10% ഫ്രീ പ്രൊഡക്റ്റ് ലഭിക്കുന്നു. അതിന്റെ ക്യാഷ് ബാക്ക് നമുക്ക് 5 മുതൽ 16% വരെയായിട്ട് നമുക്ക് കമ്പനി നൽകുന്നുണ്ടാവും. ഇതൊരു ടേൺ ഓവർ ബേസ്ഡ് ബിസിനസ് ആണ്. നമ്മൾ കമ്പനിക്ക് കൊടുക്കുന്ന ടേൺ ഓവർ അനുസരിച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ ലാഭവിഹിതം ലഭിക്കുന്നുണ്ടാവുക. സ്റ്റാർട്ടിങ് 5% ആയിരിക്കും, പിന്നീട് 5 എന്നുള്ള 8 ആവും, 8 എന്നുള്ള 12 ആവും, 12 എന്നുള്ള 16 ആവും. ഓരോ മാസവും നമ്മൾ കൊടുക്കുന്ന ടേൺ ഓവർ അനുസരിച്ചിട്ട് നമ്മൾ ഏത് ലെവലിലാണോ നിൽക്കുന്നത് അതിന്റെ ലാഭവിഹിതം നമുക്ക് പിറ്റേ മാസം 10-ാം തീയതി നമ്മുടെ അക്കൗണ്ടിൽ കമ്പനി തരുന്നുണ്ടാവും. എല്ലാ മാസവും 10-ാം തീയതിയാണ് കമ്പനി പേ ഔട്ട് നടത്തുന്നുണ്ടാവുക. പിന്നെ എടുത്തു പറയേണ്ടതൊക്കെ ഒരു ബ്യൂട്ടിയാണ് മണി ബാക്ക് ഗ്യാരണ്ടി. അതായത് നമ്മളിപ്പോ നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമ്മൾ സ്ഥിരം പ്രൊഡക്റ്റ് വാങ്ങുന്ന കസ്റ്റമർ ആണല്ലേ, ഇത്രയും നാളെ ലക്ഷക്കണക്കിന് രൂപയുടെ പ്രൊഡക്റ്റുകളായിരിക്കും നമ്മൾ അടുത്ത ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ വാങ്ങിയാൽ പോലും നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആ കടയിൽ നിന്ന് വാങ്ങി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ചു കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ അത് നമ്മൾ തിരിച്ച് ആ കടയിൽ കൊടുക്കുകയാണെങ്കിൽ ആ കടക്കാരെടുക്കില്ല. പകരം പക്ഷേ വെസ്റ്റീജ് കമ്പനിയിൽ നിന്ന് നിങ്ങൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങി വീട്ടിൽ കൊണ്ടുവന്ന് പൊട്ടിച്ച് 30%-ഓളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പോലും കമ്പനി പറയുന്ന ക്വാളിറ്റി ഇല്ലാന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അത് കമ്പനിയെ അറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത്രയും രൂപ തിരികെ തരാൻ കമ്പനി റെഡിയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ 1 രൂപ നഷ്ടം വരുന്നില്ല. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് നമുക്ക് MRP റേറ്റിൽ നിന്ന് വില കുറച്ച് സാധനം തരികയും അതിന്റെ ഫ്രീ പ്രൊഡക്റ്റ് തരികയും അതിന്റെ ലാഭവിഹിതം നമുക്ക് നൽകുകയും അഥവാ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ അത് തിരിച്ചു കൊടുത്ത കമ്പനി ഫുൾ എമൗണ്ട് തരാനും റെഡിയാണ്. പിന്നെ വേറൊരു ഓഫർ കൂടി തരുന്നുണ്ട് കമ്പനി. ഇതിന് സ്ഥിരം കസ്റ്റമർക്ക് കൊടുക്കുന്ന ഒരു ഓഫറാണ് കൺസിസ്റ്റൻസി ഓഫർ. ഇതിൽ ഓരോ പ്രൊഡക്റ്റും ഓരോ പോയിന്റ് വാല്യൂ ഉണ്ടാവും. അങ്ങനെ നമ്മൾ 100 പോയിന്റിന്റെ പ്രൊഡക്റ്റ്, അതായത് 3000 രൂപയുടെ പ്രൊഡക്റ്റ്, ഏകദേശം 3000 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങൾ 4 മാസം റെഗുലർ ആയിട്ട് എടുക്കുകയാണെങ്കിൽ 5-ാമത്തെ മാസം 2515 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് കൂടി കമ്പനി നമുക്ക് നൽകുന്നു. അങ്ങനെ ഒരു കൺസ്യൂമർ ആയി നിന്നാൽ പോലും 50% ബെനിഫിറ്റ് നമുക്ക് ഇതിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ പിന്നീട് ഇതൊരു ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് നമ്മൾ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഈ ഒരു ബെനിഫിറ്റിനോടൊപ്പം ഈ 50% ബെനിഫിറ്റിനോടൊപ്പം നമുക്ക് 9 ടൈപ്പ് ഇൻകം കൂടി കമ്പനി ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നെക്സ്റ്റ് സിറ്റിംഗിലൂടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ടാവും.
ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന 3 ഇൻഡസ്ട്രികളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, നമുക്കറിയാം ഏതൊരു കാര്യവും സെയിൽ ചെയ്യുന്നത് നെറ്റ്വർക്കിലൂടെയാണ് അല്ലെ. അപ്പൊ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ഇന്ന് ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്. അതുപോലെ വെൽനസ് ഇൻഡസ്ട്രി, അത് ജിം, മെഡിറ്റേഷൻ, യോഗ, വാട്ടർ ഇൻഡസ്ട്രി, ഫുഡ് ഇൻഡസ്ട്രി. ഇന്ന് വളരെ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന റെവല്യൂഷൻ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ് വെൽനസ് ഇൻഡസ്ട്രി. അതുപോലെ ഇ കോമേഴ്സ് രീതിയിലൂടെ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്ന കസ്റ്റമർ ആണല്ലേ. മീഷോ, ഫ്ലിപ്കാർട്ട്, ആമസോൺ, ഇതൊന്നും ഉപയോഗിക്കാത്തവരോട് ആരും തന്നെ ഉണ്ടാവില്ല. അപ്പൊ ഇത് മൂന്നും കോർത്തിണക്കി ഒരു വലിയൊരു ഗ്ലോബൽ ഇൻഡസ്ട്രിയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. നിങ്ങൾ റൈറ്റ് പ്ലേസിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു ഡിസിഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോവുക. കാരണം അത്രയ്ക്കും ഒരു വലിയ ഒരു ബിഗ് ഓപ്പർച്യൂണിറ്റിയിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സാധ്യതകൾ തിരിച്ചറിയുക, മനസ്സിലാകുക. ഒരു ഹെൽത്തി വെൽത്തി ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ സെക്യൂർ ആക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഈ കയ്യിൽ കിട്ടിയ അവസരത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ വീട്ടിലത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ലോകം മുഴുവൻ ബിസിനസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളുടെ കയ്യിൽ വിരൽത്തുമ്പിൽ ദൈവം ഒരാൾ നിമിത്തം കൊണ്ട് എത്തിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഈ കയ്യിൽ കിട്ടിയ ഒരു അവസരത്തെ മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുക. ഇനി ഒരു ക്ലോസിംഗ് സെഷൻ ടൈമാണ്. അതിന് ഞാൻ ഇൻവൈറ്റ് ചെയ്തത് നമ്മുടെ ടീമിന്റെ തന്നെ ക്യാപ്റ്റനായ ഷാജി മിതൽ സാറിനെയാണ്. സാർ 20 വർഷമായിട്ട് ഫാമിലിയോടൊപ്പം ദുബായിൽ സെറ്റിൽഡ് ആണ്. അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. സാർ 3 വർഷങ്ങൾക്ക് മുന്നെയാണ് പാർട്ട് ടൈം ആയിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടന്നു വന്നത്. ആദ്യം താല്പര്യമില്ലാതെ കടന്നു വന്ന സാർ പിന്നീട് ഇതിന്റെ സാധ്യതകൾ മനസ്സിലാക്കുകയും ആ ഒരു ജോലിയേക്കാൾ ഉപരി ഇതിലൂടെ തന്റെ ഫാമിലിയെ കൂടി സെക്യൂർ ആക്കാമെന്ന് മനസ്സിലാക്കിയപ്പോൾ സാർ 1.5 വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ആയിട്ടാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഇന്റർനാഷണൽ ക്രൗൺ ഡയറക്ടർ പിൻ സാർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് 8 ടൈപ്പ് ഇൻകം വാങ്ങുന്ന വ്യക്തി കൂടിയാണ് സാറ്. അതുപോലെ നമ്മളെ എല്ലാവിധ സക്സസും സാറിനോടൊപ്പം വർക്ക് ചെയ്യുന്ന നമ്മളെ എല്ലാവിധ സക്സസും എത്തിക്കുന്നതിന് വേണ്ടി നമ്മളോടൊപ്പം നിന്ന് വർക്ക് ചെയ്യുന്ന ഒരു പവർഫുൾ ലീഡർ കൂടിയാണ്. സാറിനെ ഈ ഒരു ക്ലോസിംഗ് സെഷൻ കൈകാര്യം ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും ഞാൻ ബഹുമാനത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ഭീമ. വണ്ടർഫുൾ ആയിട്ട് ഒരു വലിയൊരു പ്രസന്റേഷൻ, 1 മണിക്കൂർ നേരം എടുക്കുന്ന പ്രസന്റേഷൻ 15 മിനിറ്റ് കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ച് സ്പീഡിൽ പറയുന്നത്. എനിവേ കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ 37 പേരുണ്ട്. 37 പേർക്കും ഇവിടെ കിട്ടിയിരിക്കുന്ന ഒരു അവസരം, നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ജനിച്ചെന്നോട്ട് ഇന്ന് വരെ ഒരുപാട് സാധനങ്ങൾ കടകളിൽ പോയി വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ടി വിയിലൂടെ പരസ്യങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഓരോ സാധനങ്ങൾ വാങ്ങിക്കുന്നത്. ഓരോ കമ്പനിയെക്കുറിച്ചും ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചും നമ്മൾ അറിയുന്നത് പരസ്യങ്ങളിലൂടെയാണ്. അതുവഴി നമുക്ക് എന്തെങ്കിലും വരുമാനം കിട്ടാറുണ്ടോ? എത്ര വർഷങ്ങളായി നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്? ഇവിടെ ഒരു കമ്പനി ഒരു അവസരം തരുവാണ്. അവരുടെ പ്രൊഡക്റ്റുകൾ നേരിട്ട് വാങ്ങിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ വെസ്റ്റീജ് എന്നൊരു കമ്പനിയിലൂടെ നേരിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് ഒരു വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ ഒരു അവസരം തരുവാണ്. നമ്മളിന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ അധ്വാനിക്കുന്ന പൈസ നമ്മളെ വീട്ടാവശ്യത്തിന് നമ്മൾ ചിലവാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ. നമ്മളുണ്ടാക്കുന്ന പൈസ വെച്ചു അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ആ ചിലവാക്കുന്ന പൈസയിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കാൻ ഒരു അവസരം വെസ്റ്റീജ് കമ്പനി തരുവാണ്. അതിൽ ഏറ്റവും നല്ല പ്രത്യേകത, ഒരു നോർമൽ ആയിട്ടുള്ള വിലയിൽ, സാധാരണക്കാർക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന വിലയിൽ 100% നാച്ചുറൽ ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് സാറ്റിസ്ഫാക്ഷൻ റിസൾട്ട് ലഭിക്കുന്ന പ്രൊഡക്റ്റാണ് വെസ്റ്റീജിലൂടെ നമുക്ക് കിട്ടുന്നത്. നമ്മൾക്കിന്ന് കടയിൽ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റൊക്കെ വില കുറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ചിന്തിക്കണം, അതിനകത്ത് എത്രത്തോളം നമ്മുടെ ആരോഗ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കണം. ഇവിടെ നിങ്ങൾ ഈ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കാൻ ഒരു തീരുമാനം എടുക്കുന്ന വ്യക്തിക്ക് ഇതിലൂടെ നിങ്ങളുടെ ലൈഫ് ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? അതാണ് പറഞ്ഞത്. ഒരു പ്രാവശ്യം ഉപയോഗിക്കാൻ പറഞ്ഞത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്വാളിറ്റി നിങ്ങൾക്ക് അറിയണമെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കിയാൽ മനസ്സിലാവുള്ളൂ. ഇത്രയും ഈ ഒരു വിലയിൽ, ഈ ഒരു സാധാരണ വിലയിൽ ഇത്രയും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു കമ്പനിയാണ് വെസ്റ്റീജ്. ഇത്രയും നല്ല ക്വാളിറ്റി ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിൽ ബ്രാൻഡഡ് പ്രൊഡക്റ്റിന് പോലും കിട്ടില്ല. ബ്രാൻഡഡ് പ്രൊഡക്റ്റിന് കൊടുക്കുന്ന പ്രൈസിൻ്റെ 1/3 ഭാഗം പ്രൈസ് മാത്രമേ ഇനി ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറയുന്നത്. ഉപയോഗിച്ച് ഇഷ്ടമാണെങ്കിൽ മാത്രം, നല്ല സന്തോഷം ലഭിക്കുകയാണെങ്കിൽ, റിസൾട്ട് ലഭിക്കുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. കാരണം കമ്പനി അവിടെ ഗ്യാരണ്ടി കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് മോശമാണെന്ന് തോന്നുവാണെങ്കിൽ തിരിച്ചു കൊടുത്താൽ കമ്പനി പൈസ തരാൻ റെഡിയാണ്. 20 വർഷമായിട്ട് ഇത്രയും ഗ്യാരണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ കാരണം ആ ക്വാളിറ്റി തന്നെയാണ്. അല്ലെങ്കിൽ ഒരു കമ്പനി ഇങ്ങനെ പറയില്ലല്ലോ, നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റ് ഇഷ്ടപ്പെടില്ലെങ്കിൽ തിരിച്ചെടുക്കാന്നുള്ളത്. അത്രയ്ക്കും ക്വാളിറ്റി അവർ 20 വർഷമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ 5 കോടിയിലധികം ആൾക്കാർ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പരസ്യക്കാരല്ല, സെലിബ്രിറ്റീസ് അല്ല ഈ പരസ്യങ്ങൾ പറയുന്നത്, ഉപയോഗിച്ച കസ്റ്റമറാണ് മറ്റുള്ള വ്യക്തികളിലേക്ക് ഇത് എത്തിക്കുന്നത്. ഞാൻ ഇതിലേക്ക് വന്നിട്ട് 3 വർഷമായി. 3 വർഷം എൻ്റെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഞാൻ വെസ്റ്റീജിൽ നിന്ന് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സിലോട്ട്
ഞാൻ ഈ ഒരു കമ്പനിയെക്കുറിച്ചും ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചും അതിലുണ്ടാകുന്ന ഒരു ബിസിനസ് അവസരവും മാത്രമേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിൽ ഒരു 6 വ്യക്തികളാണ് എന്നോടൊപ്പം ബിസിനസ്സിലൂടെ കണക്ട് ചെയ്തത്. ഈ ഇതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹമുള്ള 6 വ്യക്തികൾ എന്നോടൊപ്പം കണക്ട് ചെയ്തു. കുറച്ച് ആൾക്കാർ വരുമാനത്തിനോടല്ല താല്പര്യം, ക്വാളിറ്റിയുടെ ഉൽപ്പന്നങ്ങളായതുകൊണ്ട് സ്ഥിരമായിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഇന്ന് 6 വ്യക്തികളിലൂടെ 4000-ത്തിലധികം ആൾക്കാർ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വീട്ടിലേക്ക് ആവശ്യമുള്ളപ്പോൾ കമ്പനിയുടെ ഔട്ട്ലെറ്റ് വഴിയോ അല്ലെങ്കിൽ കമ്പനിയുടെ ആപ്ലിക്കേഷൻ വഴിയോ ഓൺലൈനിലൂടെയോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒരു മാസം നോക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപക്കുള്ള കച്ചവടം അവിടെ നടക്കുന്നുണ്ട്. ഇന്ന് നമുക്കൊരു സൂപ്പർ മാർക്കറ്റ് ഇട്ടാൽ പോലും അവിടെ ഒരു 5-10 സ്റ്റാഫിനെ വെച്ച് കഴിഞ്ഞാൽ പോലും 10 ലക്ഷം രൂപയുടെ കച്ചവടം ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഞാൻ ഈ ദുബായിലിരിക്കുന്ന എൻ്റെ റൂമിൽ ഇരുന്നു കൊണ്ട് എന്നോടൊപ്പം വർക്ക് ചെയ്യുന്ന ഇത്രയും ലീഡേഴ്സിനോടൊപ്പം നിന്നുകൊണ്ട് 10 ലക്ഷം രൂപക്കുള്ള കച്ചവടം ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതിൻ്റെ 60% ലാഭവിഹിതവും കമ്പനി ഓരോരോ വ്യക്തികൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്, പേഴ്സൻറ്റേജ് അനുസരിച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം തന്നെയേ ചെയ്യുന്നുള്ളൂ. നിങ്ങളെല്ലാവരും ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ആ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. നല്ലൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിനെ കുറിച്ച് അഭിപ്രായം ഷെയർ ചെയ്യാറുണ്ട്. നല്ലൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ആ ഡോക്ടറെ കുറിച്ച് നമ്മൾ അഭിപ്രായം ഷെയർ ചെയ്യാറുണ്ട്. പക്ഷേ അവിടെ എവിടെയും നമ്മൾ കാരണം ആരെങ്കിലും അവിടെ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ അവിടെ ഒരു കച്ചവടം ഉണ്ടായി കഴിഞ്ഞാലോ നമുക്ക് ലാഭം കിട്ടാറില്ല. ഇവിടെ വെസ്റ്റീജിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ ഉപയോഗിച്ച് നോക്കൂ. ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇഷ്ടമാണ്, സത്യസന്ധമായിട്ട് അത് ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ വഴിയോ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ ഈ ഒരു സൂം പ്ലാറ്റ്ഫോം വഴി നിങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ലോങ് ആ വ്യക്തികൾ ഇതിൻ്റെ കസ്റ്റമറായി മാറുന്നുണ്ടാവും. അവരെന്നും വീട്ടിൽ പല്ല് തേച്ചാലും കുളിച്ചാലും ചായ കുടിച്ചാലും പാത്രം കഴുകിയാലും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഒരു പൈസ വരുന്നുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ 4000 ആൾക്കാരും സ്ഥിരം കസ്റ്റമറാണ്. അതുപോലെ ഇതിലിരിക്കുന്ന ലീഡർമാരെ പോലെ ബിസിനസ് ചെയ്യുന്ന വരുമാനം ഉണ്ടാക്കുന്ന ലീഡർമാർ ഒരുപാടുണ്ട്. അവരവരുടെ വരുമാനത്തിനോട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ മാസവും ഒരു ടേൺ ഓവർ അവിടെ ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഇതുകൊണ്ടാണ് ഒരു പാസീവ് ഇൻകത്തിലേക്ക് എത്താൻ സാധിച്ചപ്പോഴാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന 20 വർഷമായിട്ട് ചെയ്ത ജോലി റിസൈൻ ചെയ്തത്. കാരണം 20 വർഷം ഞാൻ ദുബായിൽ ജോലി ചെയ്ത സമയത്ത് എന്ന് തിരിച്ച് നാട്ടിലേക്ക് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം ഇനി ഒരു 20 വർഷം ജോലി ചെയ്താൽ പോലും നമ്മളുടെ ബുദ്ധിമുട്ടുകളും പ്രാരാബ്ദം മാറില്ല. കാരണം അങ്ങനത്തെ ചിലവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 1.5 വർഷം വെസ്റ്റീജ് ബിസിനസ് പാർട്ട് ടൈമായി ചെയ്തപ്പോഴാണ് ഞാൻ ജോലി റിസൈൻ ചെയ്തത്. ഇന്ന് ഫുൾ ടൈമിലേക്ക് വരാനുള്ള കാരണം അതുകൊണ്ടാണ്. ചെയ്യുന്ന ജോലിയേക്കാളും നിങ്ങൾ എത്ര കഴിവുള്ള വ്യക്തിയാണോ, എത്ര എഡ്യൂക്കേറ്റഡ് ആണോ, നിങ്ങൾക്ക് കിട്ടുന്ന ശമ്പളത്തിനേക്കാളും കൂടുതൽ വാങ്ങിക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് അവസരമാണിത്. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുന്ന ജോലിയെ പോലെ അതിൻ്റെ അകത്തൊരു 20% ഒരു പ്രയോറിറ്റി ഈ ഒരു ബിസിനസ്സിന് കൊടുക്കാൻ സാധിക്കുവാണെങ്കിൽ 2 വർഷം കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ജോലി റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? ഇനി ഒരു ലേഡീസാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ? നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും ലൈഫ് ലോങ് ആയിട്ട്. ഇന്ന് നമുക്കറിയാം, നമ്മളൊക്കെ ഒരുപാട് ലേഡീസൊക്കെ പഠിച്ചിറങ്ങിയ ലേഡീസ് ഉണ്ടാവും. കല്യാണം കഴിഞ്ഞ ശേഷം വീട്ടമ്മയായി വീട്ടിലിരിക്കുകയാണ്. ജോലിക്ക് പോകണമെന്നും വരുമാനം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവും. പക്ഷേ സാഹചര്യങ്ങൾ അവരത് നടത്താതെ പോവാണ്. നിങ്ങളുടെ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിൽ ജോലിയോടൊപ്പം കുട്ടികളുടെ കാര്യം നോക്കിക്കൊണ്ട് ബാക്കിയുള്ള കുറച്ച് സമയം ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു വരുമാനം ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയെക്കുറിച്ച് അറിയാൻ, അതിനെക്കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റുഡൻറ്റിനെ പോലെ ഇതിന് പഠിക്കാൻ തയ്യാറാണോ? നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ആരാണോ ഈ ലിങ്ക് അയച്ചത് അവർക്കൊരു മെസ്സേജ് കൊടുക്കുക, ഒരു ഐഡിയ എടുക്കുക, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് വരിക, ബിസിനസ് പഠിക്കാൻ തയ്യാറാവുക. ഇനി അങ്ങോട്ടുള്ള ഓരോരോ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ഈ കമ്പനിയെക്കുറിച്ചും ഇതിനകത്തുള്ള പ്രൊഡക്റ്റിനെ കുറിച്ചും അറിയാൻ ശ്രമിക്കുക. അതിൻ്റെ ബിസിനസ് പ്ലാനിനെ കുറിച്ച് അറിയാൻ ശ്രമിക്കുക. കണ്ടിന്യൂ ഉള്ള മീറ്റിംഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാൻ സാധിക്കുന്നുണ്ടാവും. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 2 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇതേപോലെ പുതിയ വ്യക്തികളിലേക്ക് കൊണ്ടുവരുന്ന സെഷനാണ്. രാവിലെ 6 മുതൽ 7 മണി വരെയും രാത്രി 8:30ക്കുള്ള സെഷനുകളിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ സിസ്റ്റത്തെക്കുറിച്ചും പ്രൊഡക്റ്റിനെ കുറിച്ചും നല്ല നോളജ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ടാവും. ഒരു സ്റ്റുഡൻറ്റിനെ പോലെ അത് അറ്റൻഡ് ചെയ്ത് പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഫീസ് കൊടുക്കേണ്ട, ഫ്രീ ആയിട്ടാണ് പഠിക്കുന്നത്, ഫ്രീ ആയിട്ടാണ് രജിസ്ട്രേഷൻ ചെയ്യുന്നത്, എല്ലാം ഫ്രീ ആണ്. നിങ്ങളുടെ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങിക്കാൻ മറ്റുള്ള ഷോപ്പിൽ പോവാതിരുന്നാൽ ഈ ഒരു കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുക എന്നൊരു തീരുമാനം എടുക്കാൻ തയ്യാറാണെങ്കിൽ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടാവും. 20 വർഷമായിട്ടുള്ള വെസ്റ്റീജ് കമ്പനിയോടൊപ്പം ഇന്ന് 8ഓളം രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞൊരു കമ്പനിയാണ്. 30 രാജ്യങ്ങളിലേക്ക് 2030 ആവുന്ന സമയത്ത് 30 രാജ്യങ്ങളിലേക്ക് പോകുന്ന 5000 കോടി ടേൺ ഓവറിൽ ഒരു കമ്പനി 20,000 കോടി ടേൺ ഓവർ ലക്ഷ്യമാക്കി പോകുന്ന കമ്പനിയുടെ കൂടെ ആ കമ്പനിയുടെ ടേൺ ഓവർ വർദ്ധിക്കുന്നതോടുകൂടി നമ്മളെ വരുമാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി കമ്പനിയോടൊപ്പം നിന്ന് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഒരു കമൻ്റ് അടിക്കുക, എസ് അടിക്കാം,
ഞാനും കൂടെയുണ്ട്, എനിക്ക് ഇതിലൂടെ വിജയിക്കണം, ഒരു വരുമാനം ഉണ്ടാക്കണം ആഗ്രഹമുണ്ട്, ഒരു കമൻ്റ് അടിച്ചാൽ മതി. ബാക്കി ഇനി ആർക്കെങ്കിലും ഇനി കൂടുതലായിട്ട് അറിയണമെങ്കിൽ അൺമ്യൂട്ടാക്കി ചോദിക്കാം, ഞാൻ സംശയങ്ങൾ ക്ലിയർ ആക്കി തരാം. ഒന്ന് രണ്ട് ആൾക്കാർ സംശയം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടെ ക്ലാരിറ്റി തരാൻ പറ്റും. അത് ഞാൻ എല്ലാവരും അൺമ്യൂട്ടാക്കി തരുന്നുണ്ട്, അൺമ്യൂട്ടാക്കി ചോദിക്കാം. ഇനി ബാക്കി ക്ലിയർ ആണ്, ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്യാം. ഓക്കെ ആണ്, ക്ലിയർ ആണെന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യാം. 36 പേര് ഇവിടെ ഉണ്ട്. അതിൽ കുറേ ആൾക്കാർ 2-3 പ്രാവശ്യം പ്ലാൻ കേട്ട ആളാണ്, ചില ആൾക്കാർ ഇന്ന് ആദ്യമായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണോ? ഷീജ ബീവി, അനിൽകുമാർ ഉച്ചക്കുണ്ടായ ആളാണ്, ജിഷ്ണു, സുബിൻ ഉച്ചക്കുണ്ടായ ആളാണ്, ജയശ്രീ ഉച്ചക്കുണ്ടായ ആളാണ്, ചന്ദ്രബോസ് പുതിയ ആളാണ്. എന്തെങ്കിലും പറയണമെങ്കിൽ ചോദിച്ചോളൂ. സാറേ കമന്റ് ബോക്സിലുള്ള ആ കോണ്ടാക്ട് ഐ ഡി അടിച്ചതാ. ഓക്കെ ഓക്കെ, ഷീജ ബീവി. ഷീജ ബീവി അയച്ചു. മേഘാമോഹൻ ക്ലിയർ ആണ്. ഇനി ആർക്കെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒരാൾ എന്തെങ്കിലും സംശയം ചോദിച്ചാൽ കുറച്ചും കൂടെ ആൾക്കാർക്ക് വ്യക്തമാവും. അതുകൊണ്ടാണ് ഞാനിവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അറിയാനുണ്ട്. അതൊക്കെ നിങ്ങൾ ഇതിലേക്ക് വരുന്ന സമയത്ത് കൂടുതൽ പഠിക്കും, മാർക്കറ്റിംഗ് പ്ലാൻ അറിയാൻ സാധിക്കും. ആരാണ് ചോദിക്കുന്നത് സംശയം? രാജേഷ് കുമാർ, രാജേഷ് കുമാർ നമ്മളെ വിനോദിന്റെ രാജേഷ് കുമാറാണോ? ഞാൻ ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, സർ ഹലോ, രാജേഷാണോ? രാജേഷ് കുമാർ ഞാൻ തന്നെ സർ. ഓക്കെ ഓക്കെ. ചില സമയത്ത് രാവിലത്തെ സീപ്പിൽ രാജേഷ് കുമാറും രാജേഷും രണ്ട് കാണാനുണ്ട്. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രാജേഷ് കുമാർ ആയിരിക്കും നമ്മള്. പിന്നെ അന്നേരം നേരത്തെ പേര് ചെയ്ത് കൊടുക്കണ്ടല്ലോ, ഇപ്പൊ നെയിം അടിച്ചു കൊടുക്കേണ്ടതുകൊണ്ട് അപ്പൊ ഞാൻ ചെയ്യുന്ന സമയത്ത് രാജേഷ് കുമാർ ആയിരുന്നു, അതുകൊണ്ടായിരുന്നു. ഓക്കെ സർ, ഓക്കെ. ഓക്കെ. ഷീജ ബീവി സ്റ്റാർട്ട് ചെയ്ത ആളാണ്, എനിക്കറിയാം. എന്തെങ്കിലും അറിയാനുണ്ടോ? 2-3 പ്രാവശ്യം മീറ്റിംഗ് അറ്റൻഡ് ചെയ്തപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടോ? ഒന്ന് അൺമ്യൂട്ട് ആക്കാവോ? ആരെങ്കിലും ഒരാളെ സംസാരിക്കും, എനിക്ക് കുറച്ച് പറയാൻ പറ്റുന്നതാണ്. ക്ലിയർ ആയി സാർ. എവിടെ, നാട്ടിലെവിടെയാ? ഇല്ല, ക്ലിയർ ഉണ്ട് സാർ. നാട്ടില് ട്രിവാൻഡ്രം കാട്ടാക്കട. കാട്ടാക്കട. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ? ജോലി ചെയ്യുന്നുണ്ടോ? സ്കൂൾ ടീച്ചറാണ്. വെരി ഗുഡ്. അതിനോടൊപ്പം തന്നെ നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും മാഡം. ടീച്ചർക്ക് ഈ ബിസിനസ് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ വീട്ടിലേക്ക് സാധനം വാങ്ങിക്കുന്ന ഷോപ്പൊന്ന് മാറ്റിയെന്ന് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. ഇത്രയും കാലം നമ്മൾ ഏതെങ്കിലും കടയിൽ പോയി സാധനം വാങ്ങിക്കാളല്ലേ, അതൊന്നും മാറ്റുന്ന മാത്രം ചിന്തിച്ചാൽ മതി. അത് മാറ്റാൻ തയ്യാറാണെങ്കിൽ ഒരൊറ്റ പ്രാവശ്യം നിങ്ങളുടെ വീട്ടിലേക്കുള്ള എല്ലാ സാധനവും ഒന്ന് മാറ്റി ഇതിനകത്ത് പർച്ചേസ് ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈ കമ്പനിയും വിടില്ല, ഈ ബിസിനസ്സും വിടില്ല. ജീവിതകാലം മുഴുവൻ ഈ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളായി മാറുന്നുണ്ടാവും. അതിലൂടെ ഒരു വരുമാനം നമ്മൾക്കും നമ്മുടെ കുട്ടികൾക്കും എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ബിസിനസ്സാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്ന് ഐഡിയ എടുത്തു എന്നറിയാം. കുറച്ച് പ്രൊഡക്റ്റ് ഓൺലൈൻ വഴി പർച്ചേസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റാച്യൂസിൽ പോകാൻ പറ്റുമെങ്കിൽ സ്റ്റാച്യൂസിൽ പോവാം. സെക്രട്ടേറിയറ്റ് മുന്നിൽ പർച്ചേസ് ചെയ്തിട്ടുണ്ട് സാർ. പ്രൊഡക്റ്റ് ഉപയോഗിച്ചോ? കിട്ടിയില്ല. ഓക്കെ, അതൊന്ന് ഉപയോഗിച്ച് നോക്കുക. വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഓക്കെ സാർ. ഷാഹുല, ഈ ഷീജ മേഡം നിങ്ങൾ വേറെ ആർക്കും സംശയമുണ്ടോ? ഷമീറ ലത്തീഫ് ഒന്ന് അൺമ്യൂട്ട് ആക്കാവോ? എനിക്കൊന്ന് 4-5 മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ട് കുറച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഷമീറ മാഡം ഓക്കെ ആണോ? സുബിൻ ക്ലിയർ ആയിരുന്നോ? സുബിൻ 2 പ്രാവശ്യം കേട്ടില്ലേ? ഓക്കെ ആയോ? സുബിൻ പത്തനംതിട്ട. ഷമീറ ഓക്കെയാണ്? ഓക്കെയാണ് സാർ. ക്ലിയർ ആണ്. സുബിൻ ഷമീന ടീച്ചറോട് കോൺടാക്ട് ചെയ്ത് ഐഡിയ എടുക്കണം കേട്ടോ. ഐഡിയ എടുത്തതിന് ശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് വന്ന കുറേ സപ്പോർട്ട് അവിടെ നിന്ന് കിട്ടും. എടുത്ത് ഓക്കെ. അടുത്തതാരുള്ള അനിൽ ചേട്ടൻ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? അനിൽ കുമാർ, അതും ഷമീന ടീച്ചറിന്റെ ടീമിലാണ്. ഐഡിയ എടുത്തോ അനിൽ കുമാർ?
അനിൽ ഭായി ഐഡിയ എടുത്തോ? അതുപോലെ ചന്ദ്രബോസ് അൺമ്യൂട്ട് ആക്കാൻ പറ്റുമോ? അനിൽ ഭായി ഐഡിയ എടുത്തോ? ഇല്ല. ഓക്കെ, ടീച്ചറായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്യട്ടോ, ഷംന ടീച്ചറായിട്ട് കോൺടാക്ട് ചെയ്യൂ. എന്നുവെച്ചാൽ നമ്മുടെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ കുറച്ച് കൂടുതൽ കാര്യം അറിയാൻ പറ്റും. ആയിക്കോട്ടെ. രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കുന്ന ഒരാളാണെങ്കിൽ രാവിലെ 6 മണിക്ക് സെയിം ലിങ്കിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റും കേട്ടോ. ഇതിനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സിസ്റ്റം പഠിക്കാൻ പറ്റും. എങ്ങനെ നമുക്ക് ഈ ബിസിനസ്സിൽ വളരാം, എങ്ങനെ വരുമാനം കൂട്ടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു. രാവിലെ 6 മണിക്ക് ഞാൻ വർക്കിന് പോണ ആളാണ്. ആണോ? ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. എത്ര മണിക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്? എത്ര മണിക്കാണ് ജോലി സ്റ്റാർട്ട് ചെയ്യുന്നത്? 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, വഴിയിൽ നിന്ന് പഠിച്ച ചെവിയിൽ വെച്ച് കേൾക്കാൻ പറ്റും. 3, 3:30, 4 മണി വരെ ജോലിയുള്ളൂ. ഓക്കെ, നോക്കാം. 7 മണി സെറ്റ് വെച്ചിട്ട് കേൾക്കാൻ പറ്റും, നോക്കാം. കേട്ടാൽ മതി. കേൾക്കുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും. രാവിലെ 6 മണിക്ക് മുതൽ 7 മണി കേട്ടോ. ഒരു 6 മണിക്ക് കയറാൻ പറ്റും, കയറുക. അന്നേരം 20 മിനിറ്റ് മെഡിറ്റേഷൻ ആണ്. അത് കഴിഞ്ഞ ശേഷം 40 മിനിറ്റ് സെഷൻ ആയിരിക്കും. റെഡി ആയതിനു ശേഷം പോകുന്ന വഴിക്ക് കേട്ടാലും മതി. വണ്ടി ഓടിക്കുമ്പോൾ കേൾക്കാണ്ടിരിക്കണ്ട, വല്ല നാളെ ബസ്സിലാണ് ഇരുന്ന് കേൾക്കട്ടോ. ബസ്സിലല്ല, വണ്ടി ഓടിച്ചുകൊണ്ടുണ്ടാവും പോവാ. ഓക്കെ ഓക്കെ, ശ്രദ്ധിച്ച് പോവാ. കാരണം ഇത് കേട്ടിട്ട് നമുക്ക് ശ്രദ്ധ മാറി. ഇല്ല. ഓക്കെ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണോ? ഡോൺ, ഡേവ്, മഞ്ഞ ഐഡിയ എടുത്തല്ലേ? മഞ്ഞ വിഷ്ണുവാ? മഞ്ഞ എന്തെങ്കിലും സംശയം ഉണ്ടോ? ക്ലിയർ ആണോ? ഹലോ മഞ്ഞ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അഥവാ നീതുവിന് എന്തെങ്കിലും സംശയം ഉണ്ടോ? പുതിയ നീതു ആദ്യമായിട്ടാണ് തോന്നുന്നു നീതു വന്നിരിക്കണമെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? അതുപോലെ ഐഫോണിൽ ഒരാളുണ്ട്, പേരെനിക്ക് അറിയില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നീതുവിന് ക്ലിയർ. നീതുവിനെ ആരാ ഇൻവൈറ്റ് ചെയ്തത്? ഇൻവൈറ്റ് ചെയ്ത പേരും കൂടെ പറയാമോ? ഷംന ടീച്ചർ. ഓക്കെ. ഐഫോണിൽ ആരാ ഉള്ളത്? ഐഫോൺ അതല്ല സിയോമി മൊബൈൽ ഒരാളുണ്ട്, ആരാണെന്ന് അറിയില്ല കേട്ടോ. ഒന്ന് പേര് പറയണമെങ്കിൽ നമുക്ക് പരിചയപ്പെടായിരുന്നു. നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത വ്യക്തിയുടെ പേരും പറയുകയാണെങ്കിൽ ഓക്കെ. അതുപോലെ ജിഷ്ണു ജോയിൻ ചെയ്തതാണോ? ജിഷ്ണു ഷാഹുലിൻ്റെ ആളാണ്. ജോയിൻ ചെയ്താണെന്ന് എനിക്കറിയില്ല. സാറേ ജിഷ്ണു പുതിയതാ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ജിഷ്ണു? എന്തെങ്കിലും അറിയണ ചോദിച്ചോട്ടോ. നിങ്ങൾക്ക് ബിസിനസ് വിജയിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, രക്ഷപ്പെടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ഫിനാൻഷ്യൽ പ്രോബ്ലം മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള വ്യക്തിയായി മാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇതിലേക്ക് വരിക. ഈ കമ്പനിയെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക, അറിയാൻ ശ്രമിക്കുക. കാരണം ഇവിടെ വേറെ ഒരു ടെൻഷനോ റിസ്ക്കോ നിങ്ങൾക്ക് വരുന്നില്ല. ഇത് മനസ്സിലാക്കിയാൽ 1 ആഴ്ച 2 ആഴ്ച നമ്മുടെ ടീമിനോടൊപ്പം നിങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഒരു 2-3 വർഷം കൊണ്ട് ലക്ഷറി ലൈഫിലേക്ക് പോകുന്നുണ്ടാവും. ഒരു നല്ലൊരു പാസീവ് ഇൻകത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നുണ്ടാവും. നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ ഇതിനകത്ത് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റും. പണിയെടുത്താലാണ് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. വെറുതെ പൈസ കിട്ടില്ല. അതുകൊണ്ട് ഇത് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മളിതിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഐഡിയ എടുക്കുന്നു, അത്യാവശ്യം വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നു. ആ ക്വാളിറ്റിയാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം അറിയാതെ നമ്മൾ ആ ക്വാളിറ്റി നമ്മൾ പറഞ്ഞു പോകും നമ്മുടെ ഫ്രണ്ട്സിലോട്ട്. നമ്മളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഈ ബിസിനസ് ചെയ്യിപ്പിക്കുന്നത്. കാരണം ഇത്രയും നല്ല ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ഇന്ന് വരെ ഒരു കമ്പനി തന്നിട്ടുണ്ടാവില്ല. അവിടെയാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. പ്രൊഡക്റ്റ് വാങ്ങിച്ച് കയ്യിലെത്തുന്നത് വരെ നമുക്കൊരു ടെൻഷനായിരിക്കും. കയ്യിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ബിസിനസ് കളയില്ല. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് കുറേ ആൾക്കാർ പിറകെ പോയി സമയം കളയരുത്. മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് ബിസിനസ് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പല ആൾക്കാരും ചെയ്യുന്നത് എന്താ വെച്ചാൽ ആരെങ്കിലും കിട്ടുമോ നോക്കാൻ നടക്കും. ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ സാധനം വാങ്ങിക്കാതെ ഇരിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ചെയ്ത് കിട്ടുമോ? നിങ്ങൾ 2 വർഷം നടന്നാലും ഒരാളെ പോലും കിട്ടൂല. ദയവ് ചെയ്ത് ബിസിനസ് മനസ്സിലാക്കുക,
മനസ്സിലാക്കിയ ബിസിനസ്സും പ്രൊഡക്റ്റിനെ കുറിച്ച് മനസ്സിലാക്കുക. അതിനുശേഷം മാത്രമേ നിങ്ങളുടെ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും ഷെയർ ചെയ്യാൻ പാടുള്ളൂ. നമുക്ക് എക്സൈറ്റ്മെൻറ്റ് ഇല്ല എങ്കിൽ, നമുക്ക് കമ്പനിയെ കുറിച്ച് അറിയില്ല, പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയില്ലെങ്കിൽ നമ്മളോട് ആരോട് ഇത് പറയാൻ നിൽക്കരുത്. വിജയിക്കാൻ സാധിക്കില്ല, പരാജയപ്പെട്ടു പോകും. അതുകൊണ്ട് എല്ലാ സുഹൃത്തുക്കളോടും ഞാൻ പറയാണ്, ഐഡിയ എടുക്കുക, ഇന്ന് തന്നെ ഗ്രൂപ്പിലോട്ട് വരിക. ഇനി അങ്ങോട്ടുള്ള ഓരോരോ മീറ്റിങ്ങുകൾ അറ്റൻഡ് ചെയ്യുക. ഗ്രൂപ്പിൽ കാണുന്ന ഏത് ലിങ്ക് കാണുമ്പോൾ ഫ്രീ ആണെങ്കിൽ അതിൽ കയറി അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക, ഫ്രീ ആവാൻ ശ്രമിക്കുക. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നുണ്ടാവും. അതിനുശേഷം പ്രൊഡക്റ്റ് ഉപയോഗിച്ച് ആ എക്സൈറ്റ്മെൻ്റ് ആണ് നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും റിലേറ്റീവ്സിലേക്കും സോഷ്യൽ മീഡിയ വഴിയും മറ്റുള്ളവരെ ഇതിലേക്ക് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനോ പറഞ്ഞു കൊടുക്കാനോ നിൽക്കരുത്. കാരണം നിങ്ങൾക്ക് ചെറിയൊരു അറിവ് മാത്രമേ കിട്ടുന്നുള്ളൂ. കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇതിലേക്ക് വരണം. ഈ 2 മണിൻ്റെ 5 മണിൻ്റെ രാത്രിക്കുള്ള സെഷനിലേക്ക് അവർ എത്തിച്ചാൽ മതി. അറിയാതെ നിങ്ങളുടെ ജോലി സമയത്ത് പോലും നിങ്ങളുടെ ബിസിനസ് വളർന്നു പോകുന്നുണ്ടാവും. അതുകൊണ്ട് ഇനി ഇതിൽ 4-5 ദിവസം കണ്ടിന്യൂ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. നിങ്ങളുടെ ഐഡിയ എത്രയും പെട്ടെന്ന് ആക്ടിവേഷൻ ചെയ്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക സുഹൃത്തുക്കളെ. ഒരു പെട്ടെന്ന് തന്നെ അടുത്ത മാസം 10-ാം തീയതി ആകുമ്പം എന്തെങ്കിലും ഒരു വരുമാനം ഇതിനകത്ത് വാങ്ങിച്ചെടുക്കാൻ ശ്രമിക്കണം. എല്ലാ മാസവും 10-ാം തീയതി നമുക്ക് ചെറുതായിട്ടെങ്കിലും ഒരു വരുമാനം തരുന്ന കമ്പനിയാണ്. അതുകൊണ്ട് അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇതിൽ ജോലി ചെയ്താൽ പൈസ കിട്ടുന്ന കമ്പനിയാണ്. കറക്റ്റായിട്ട് 10-ാം തീയതി വരുമാനം കൊടുക്കുന്ന കമ്പനിയാണ്. യാതൊരുവിധ ടെൻഷനോ റിസ്ക്കോ ഇതിനകത്ത് ഇല്ല നിങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ നല്ലൊരു സ്ട്രോങ് തീരുമാനം, ഉറച്ച തീരുമാനം, ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് ഈ വർക്ക് ചെയ്യുക. അതുകൊണ്ട് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ഈ ലിങ്ക് അയച്ച വ്യക്തിക്ക് ഇപ്പം തന്നെ ഒരു മെസ്സേജ് കൊടുത്തുകൊണ്ട് ഐഡിയ എടുത്ത് നമ്മൾ ഗ്രൂപ്പിലേക്ക് വരണം. തൽക്കാലം ഞാൻ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്, നമ്മുടെ സമയമായതുകൊണ്ട്. താങ്ക് യു വെരി മച്ച് ആൻഡ് വിഷ് യു വെൽ.